6 വർഷത്തെ പ്രേക്ഷക പ്രീതിക്ക് ശേഷം മൗനരാഗം സീരിയൽ ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ സങ്കടത്തിൽ തന്നെയാണ് എല്ലാ താരങ്ങളും ആരാധകരും. എന്നാൽ അവരോടൊപ്പം സങ്കടത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഐശ്വര്യ റംസായി എന്ന മറ്റൊരു ഭാഷ നടി തന്നെയാണ്. അന്യഭാഷ നടിയാണെങ്കിലും മൗനരാഗത്തിലെ കല്യാണി എന്ന് പറഞ്ഞാൽ ഏത് പ്രേക്ഷകർക്കും അറിയാം. എല്ലാ പ്രേക്ഷകരുടെയും പ്രീതിയും പിടിച്ചു പറ്റിയൊരു താരം തന്നെയാണ്. ഞാനൊരു മലയാളി അല്ലാഞ്ഞിട്ട് പോലും നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വികാരഭരിതയായി ഐശ്വര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അങ്ങനെ ഞങ്ങളുടെ മൗനരാഗത്തിലെ അവസാനത്തെ എപ്പിസോഡും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഇത്രയും നാളും നിങ്ങളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായതുപോലെ തോന്നുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോഴുള്ളത്. അങ്ങനെയാണ് 2019 തൊട്ട് ഈ കാലയളവ് വരെ ഈ സീരിയലിനോടൊപ്പം ഞാൻ സഞ്ചരിച്ചത് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു മൗനരാഗം എന്നത്. മറ്റൊരു ഭാഷയിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം തരണം ചെയ്ത് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അതുപോലെ ആഗ്രഹവും ഒക്കെയായിരുന്നു ഞാൻ ഈ സീരിയലിൽ ഇങ്ങനെ തന്നെ നിൽക്കണമെന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിൽക്കാൻ സാധിച്ചതും. എനിക്ക് വേണ്ടി ഈ സീരിയലിലെ ഓരോരുത്തരും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഭാഷയുടെ പ്രശ്നം ഒരിക്കൽ പോലും ഒരു വിഷമമായി തോന്നിപ്പിക്കാതെ, ഒരു അപഹർഷബോധമുണ്ടാക്കാതെ എല്ലാവരും എന്നോടൊപ്പം നിന്നു. അങ്ങനെ എല്ലാവരും എന്നോടൊപ്പം നിന്നതിൽ തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്നേഹം തോന്നിയത് എന്നുകൂടി പറയുന്നു. ഞാൻ ഈ ജീവിതത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. എല്ലാവരോടും വെറുതെ പറഞ്ഞാൽ പോരാ, മറിച്ച് ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം നിന്ന എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നത് പോലും എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടെല്ലാവരോടും നന്ദി പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കുറച്ചൊക്കെ മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് എൻ്റെ മലയാളം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും അതൊരു സന്തോഷ വാർത്ത എന്ന് തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. മൗനരാഗ സീരിയൽ അവസാനിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാണ്. എന്നാൽ ഇത്രയും വർഷം അത് നന്നായി മുൻപോട്ട് പോയി. ഇനി പുതിയ സീരിയലുകൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ്. പലരും ഈ സീരിയലിന് വേണ്ടി ചോരയും നീരും ചിലവാക്കി. അതൊക്കെ തന്നെയും എല്ലാവർക്കും തിരികെ കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത്ര ആത്മാർത്ഥതയോടെ അവർ നിന്നതുകൊണ്ടാണ് അവർക്കതിൻ്റെ ഫലം ലഭിച്ചത്. ഇത്രയും അധികം പ്രേക്ഷക സ്വീകാര്യത നേടിയ മറ്റൊരു സീരിയൽ ഈ ഇടയ്ക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. റേറ്റിംഗിൽ തന്നെ എപ്പോഴും ഒന്നാമൻ നിൽക്കുന്ന സീരിയലായിരുന്നു മൗനരാഗം. അത് ഇത്രയും വർഷം മുൻപോട്ട് പോകാനുള്ള കാരണവും ആ പ്രേക്ഷക സ്വീകാര്യത തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.